അപ്പോൾ ആനകൾക്ക് വരെ, കാട്ടാനകൾക്ക് വരെ പേടി. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ, എല്ലാ വസ്തുക്കളും അവരെ ഭയപ്പെടുത്തും. ഇതിനേക്കാൾ വലിയ പദവി ഇവിടെ എന്താണ് കിട്ടാനുള്ളത്? ആകാശത്തേക്ക് കൈ ഉയർത്തിയിട്ട് പഠിച്ചോനെ എന്നെപ്പോലെ ഈ കാലഘട്ടത്തിൽ ഒരാളില്ലേലോ അവർ ഔസുല്ലാദമിൻ്റെ കൂട്ടത്തിലും റിഫായി ശൈഖിൻ്റെ കൂട്ടത്തിലും എന്നെ വേണമെങ്കിൽ കൂട്ടി പറയാം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആനകൾക്ക് വരെ, കാട്ടാനകൾക്ക് വരെ പേടി. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ, എല്ലാ വസ്തുക്കളും അവരെ ഭയപ്പെടുത്തും. ഇതിനേക്കാൾ വലിയ പദവി ഇവിടെ എന്താണ് കിട്ടാനുള്ളത്? ആനകൾ വരെ ഭയപ്പെടുന്ന പറഞ്ഞത്. അപ്പൊ ആനപ്പാപ്പാമാരൊക്കെ പൗലിയാക്കന്മാരാ ആണോ മൂല്യരെ? ആനപ്പാപ്പാമാരൊരു തോട്ടി എടുത്തിട്ട് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും നടക്കാൻ പറഞ്ഞാൽ നടക്കുകയും ചെയ്യുന്നത് ആനപ്പാപ്പാനെ പേടിച്ചിട്ടാണ്. ആനപ്പാപ്പാന്റെ കയ്യിലെ തോട്ടി, അതിൽ നിന്ന് അടി കിട്ടും, കൊളത്തി വലിക്കുന്നൊക്കെ ഉള്ളതാ. പിന്നെ പിരാന്ത് പിടിച്ച ആനകള് പാപ്പാമാരെ ചവിട്ടിക്കൊല്ലാറും ഉണ്ട്, അത് വേറൊരു കാര്യം. അപ്പൊ ആനക്ക് പേടിണ്ട് എന്നുള്ളത്. ഇനിയിപ്പോ ഇവര് പറയണത് കാട്ടാനക്ക് പേടിയുണ്ട് എന്നുള്ളതാ. കാട്ടാനക്ക് ഇയാളെ പേടിയാണെന്നുള്ളത് കാട്ടാന വന്ന് പറഞ്ഞോ? ഇങ്ങനെ വന്നിട്ട് അയ്യോ എനിക്ക് CM മൗലിയ കാക്കാനെ പേടിയാണേ എന്ന് ഇങ്ങനെ തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു. എന്തിനോണയാണ് ഈ പറയണത്? ഇയാളെ കണ്ടിട്ട് ഏതെങ്കിലും കാട്ടാനെ പേടിച്ചോടിയോ? അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? നോണ പറയുമ്പോ ഒരു രസമുള്ള ചുരുക്കുള്ള നോണകളൊക്കെ പറയാ എന്നുള്ളതാണ്. അതിനൊപ്പം മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്താണ്, ഈ കാലഘട്ടത്തിൽ എന്നെ പോലെ ആരുമില്ല എന്ന് പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ ഇന്നെ പോലെ ആരും ഉണ്ടാവൂല അല്ലേ? ഇപ്പൊ എന്നെ പോലെ ഇരുന്നിട്ട് 100 ആൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് ഇങ്ങനെ ഉണ്ട് കളിക്കല്ലേ? എന്താ മൂല്യരെ? അതേപോലെ മറ്റൊന്ന് പറഞ്ഞത്, ഇന്നെ വേണമെന്നുണ്ടെങ്കിൽ കുത്തുബുൽ അക്താബ് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ റിഫായി ഷെയ്ഖിന്റെ ഒക്കെ ആ ദർജിയിലേക്കാണ് കൊണ്ടേ വെക്കാന്ന്. ഈ സ്വയം പൊക്കിണീനൊരു അതിരില്ലേ? സ്വയം ഒരാളുടെ ഒരു വിവരക്കേടിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുറച്ചുകൂടെ സ്വയം പൊങ്ങിച്ചാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് കേട്ടുകൊണ്ടിരിക്കുക എന്ന് മാത്രമല്ല, നീ കേട്ടുകൊണ്ടിരിക്കുക. ഒരാൾക്ക് അന്തല്ല, മാനസികമാണ്. അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടേക്ക് മെയിൻ ചെയ്യാതിരിക്കുക എന്നല്ലാതെ അയാൾ ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയും. അയാൾക്ക് പിരാന്തായിരുന്നു, അയാൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ന് പറയും അല്ലെ? അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ന് പറയും. ഒരു പിരാന്തനായിരുന്ന ഒരാള് പറഞ്ഞ വിവരക്കേടുകള് പിന്നെ ഇങ്ങനെ സ്റ്റേജ് കെട്ടിയിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുവോ? ഈ എന്ത് നോണ പറച്ചിലാണത്? നോണ പറയണീനൊരു അതിരൊക്കെ അല്ലേ? ഇനി ഇൻഷാ അല്ലാഹ് കാണിക്കാനുള്ളത് മരിച്ചുപോയ CM മടവൂര് നടത്തിയ ഒരു നിക്കാഹിന്റെ കഥയാണ്. നമുക്കൊന്ന് കേട്ടിട്ട് വരാം. എനിക്ക് സ്വന്തമായിട്ട് ഞാൻ റൂം കൊണ്ടിടുന്നു, എനിക്ക് കൊടുവള്ളിയിൽ. ആ റൂമിൽ ഞാൻ വേറെ ഒരാളെയും കയറ്റലുമില്ല. ആ രൂപത്തിൽ ഞാൻ ആ റൂമിൽ കൊണ്ടിടുന്നത്. ആ റൂമിലേക്ക് ബഹുമാനപ്പെട്ടവർ പെട്ടെന്നൊരു പ്രകാശം ഇങ്ങനെ വന്ന്, ആ പ്രകാശം കഴിഞ്ഞതിന് ശേഷം കാണുന്നത് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി ഇങ്ങനെ വന്നിട്ട് കൂടെ ഒരുപാട് പണ്ഡിതന്മാരെ ഞാൻ കാണുന്നത്. ഒക്കെ വലിയ വാലുള്ള തരയെക്കെട്ട് കിട്ടിയ ആവേശത്തിലുള്ള പണ്ഡിതന്മാരെ ഞാൻ കണ്ടു. അങ്ങനെ വന്ന് ഒരു നല്ലൊരു പട്ടൊക്കെ പിരിച്ച് ആ സ്ഥലത്ത് ഷെയ്ഖിനെ ഇരുന്നു, എന്നെ ഇരുത്തി, അപ്പുറത്ത് വേറെ ഒരാളെ ഇരുത്തിയിട്ട് എൻ്റെ കൈ ഇങ്ങനെ ബന്ധപ്പെടുത്തിയിട്ട് എനിക്ക് നിക്കാഹ് സ്വപ്നത്തിൽ ചെയ്തതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എന്നതിന് ശേഷം അവിടെ ഒരു ഉസ്താദ് തന്നെ ഒരു വെള്ളപ്പാല് കളറിൽ വെള്ളം ഇങ്ങനെ എല്ലാവർക്കും കുടിക്കാൻ കൊടുത്തു അവിടെ. അതും നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം അനുഭവമാണ് എനിക്ക്. അതൊക്കെ കഴിഞ്ഞ ശേഷം പെട്ടെന്ന് ഒരു പ്രകാശം, ഒരു മിന്നുന്ന മാതിരി ഒറ്റപ്പോക്ക്, പിന്നെ ഒന്നും കാണില്ല. പിന്നീട് ഇതേ പ്രകാരം പിന്നെ ഒരിക്കൽ ഒരു ദിവസം, ഒരു തിങ്കളാഴ്ച രാവിലെ എനിക്ക് കാണിച്ചു തരാണ് മമ്പാട് വലിയ ജാറം എനിക്ക് കാണിച്ചു തന്നു. മമ്പാട് ജാറം, ആ ജാറം കാണിച്ചു തന്നു. അതിൻ്റെ അടുത്ത് തൊട്ടൊരു പള്ളിയുണ്ട്, ആ പള്ളി കാണിച്ചു തന്നു. അവിടെ ചെറിയൊരു വീട് കാണിച്ചു തന്നു. ഇതൊക്കെ സ്വപ്നത്തിൽ കാണിച്ചു തന്നു. എന്നിട്ട് എന്നോട് പറയുന്നത് സൗജത്ത്, അത് നിങ്ങൾക്കുള്ളതാണ്. വൈഫിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇന്നല്ല എൻ്റെ ഒപ്പമുള്ള എൻ്റെ വൈഫിനെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച്, അതാണ് സയ്യിദത്ത് ഫാത്തിമ സൽമ ബീബി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു തന്നു. അത് നിങ്ങളെ ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കാണുന്ന സമയത്തോ ഞാൻ ഈ സൽമാ ബീവിനെ കാണുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ കാണുന്നത് എങ്ങനെയാണ്, ഒരു മുസല്ല വിരിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു. ഒന്നും കാണില്ല, എവിടെ ഒരു സ്ഥലവും നമ്മൾ കാണില്ല. അത്രയും ഷെറഹയായ ചിട്ടയിൽ ഇരുന്നു കൊണ്ടാണ് ബീവി ഓതുന്നത് ഞാൻ കണ്ടത്. ആ ഓതുന്ന സമയത്ത് കണ്ണുനീരിങ്ങനെ ഒലിക്കുന്നു. ആ രൂപത്തിൽ ഓതുന്ന രൂപമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന എനിക്ക് വൈഫിനെ കാണിച്ചു തന്നത്. CM വലിയുള്ളാഹിനെ അയാത്തിൽ തീരെ കാണാത്ത ആളാണ് എൻ്റെ വൈഫ് സൽമാ ബീവി. പക്ഷേ ഇന്നും ബഹുമാനപ്പെട്ടവർ വളരെ അടുപ്പും ഷെയ്ഖുന നല്ല ബന്ധുവാണ് എൻ്റെ വൈഫുമായിട്ട്. അയാൾക്ക് കണ്ടിട്ടില്ല. പക്ഷേ
ഞാൻ ആ സമയത്ത് ഈ കല്യാണം ഉണ്ടാക്കുന്നത് തന്നെ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി വന്നിട്ട് ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പം, മമ്പാട് ചെന്ന് അന്വേഷിച്ചപ്പം എന്നോട് പറയണം, പിന്നെ നിങ്ങളാണോ അഷ്റഫ് തങ്ങൾ എന്ന് ചോദിച്ചു. ഞാൻ നിങ്ങൾ ഇന്നലെ എൻ്റെ അടുത്ത് മടവൂർ CM വലിയുള്ളാഹി എൻ്റെ അടുത്ത് വന്നിട്ട് സ്വപ്നത്തിൽ എൻ്റെ അടുത്ത് വന്നിരുന്നു. എൻ്റെ വൈഫ് പറയാണ്, എൻ്റെ വൈഫിനോട് ചോദിച്ചാൽ അറിയാം. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, ഈ മുസാഫ് CM വലിയുള്ളാഹി ഒരു മുസാഫ് കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട ബീവിൻ്റെ കയ്യിൽ, സൽമാ ബീവിയുടെ കയ്യിൽ കൊടുത്ത്, എന്നിട്ട് പറയുന്നത് ഈ മുസാഫ് അഷ്റഫ് തങ്ങൾക്ക് കൊടുക്കണം. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം ഷെയ്ഖുനെ അടുപ്പിക്കുന്നത്. അഷ്റഫ് തങ്ങൾ പറഞ്ഞ തള്ളുകൾ കേട്ടില്ലേ? മരിച്ചുപോയ CM നിക്കാഹ് നടത്തി കൊടുത്തു എന്നാ പറഞ്ഞത്. ഞങ്ങളുടെയൊക്കെ നിക്കാഹ് ജീവനുള്ളവരെല്ലാം നടത്താറുള്ളത്. അതിന് സാക്ഷികള് അനിവാര്യവുമാണ്. അപ്പോ നിങ്ങളുടെയൊക്കെ നിക്കാഹ് എവിടുന്നെങ്കിലും ചാടിച്ചും കൊണ്ട് പോരുക, എന്നിട്ട് CM നിക്കാഹ് നടത്തിയെന്നും പറയാത്ത എന്ത് കഥയാണ് അല്ലേ? അപ്പൊ ഇതുപോലെയുള്ള നിക്കാഹ് നടത്തലൊക്കെ ഇവര് സ്വപ്നത്തിൽ വന്നിട്ട് നിക്കാഹ് നടത്തും, പിന്നീട് പോയിട്ട് അതിനോട് കെട്ടും എന്നൊക്കെ പറയുന്ന കഥകള്, ഇതെല്ലാം CM മടവൂർ എന്ന് പറയുന്ന ഈ മനുഷ്യനെ വലിയൊരു ഗോപുരമാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തട്ടിപ്പുകളാണ്, വെറും തരികിടകളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള തട്ടിപ്പുകള് ഇനിയും നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊന്നും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.